നമസ്കാരം. മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം മാപ്രകൾ ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടാൻ ചെന്ന സന്ദർഭത്തിൽ അവരോട് നടത്തിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത്, നിങ്ങൾ ഈ വിവാദങ്ങൾക്ക് പുറകെ ഓടുന്ന സമയത്ത് ഈ നാടിന് ഗുണമുള്ള ചില കാര്യങ്ങൾ അവിടെ നടന്നു എന്നതിനെ സംബന്ധിച്ചും അതിനെ ഒന്ന് കൊടുക്കണേ എന്ന്, അതായത് നിങ്ങളുടെ സ്പീഡ് ന്യൂസിലെങ്കിലും ആ വാർത്ത ഒന്ന് കൊടുക്കണം. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒന്ന് കേട്ടെ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ 100 വാർത്തകൾ മിന്നി മറയുന്ന കൂട്ടത്തിൽ പറയാനുള്ളൊരു വാർത്ത ഞാൻ ആദ്യം പറയും. ഇന്നിപ്പോൾ ലൈഫ് സയൻസ് പാർക്കിൽ 8 കമ്പനികൾ, ലോകോത്തര കമ്പനികളായിട്ടുള്ള 8 മെഡിക്കൽ ഡിവൈസ് മേഖലയ്ക്കകത്തെ കമ്പനികൾ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ കരാർ ഒപ്പുവയ്ക്കുകയാണ്. അടുത്ത പരിപാടി അതാണ്. അപ്പോൾ കേരളത്തിലേക്ക് നിരവധി കമ്പനികൾ വരുന്നു, പല മേഖലകൾക്കകത്ത് വരുന്നു. IT മേഖലയിൽ മാത്രമല്ല, മാനുഫാക്ചറിംഗ് രംഗത്ത് വരുന്നു. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസിൽ ഇപ്പോൾ കേരളം ഇന്ത്യയിലെ മൊത്തം മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ 24% ടേൺ ഓവറും കേരളത്തിൽ നിന്നാണ്. കേവലം 1.6% മാത്രം ഭൂപ്രദേശം ഇന്ത്യയുടെ ഉള്ള, 2.8% മാത്രം ജനസംഖ്യയുള്ള കേരളമാണ് മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ ടേൺ ഓവറിൻ്റെ 24% സംഭാവന ചെയ്തു. കമ്പനികളുടെ മൊത്തം 6% കേരളത്തിലാണ്, 17% ഉൽപ്പാദനം കേരളത്തിലാണ്. അതിനെ കുറേ കൂടി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ ഈ 8 കമ്പനികളുടെ വരവും ഇനിയും നിരവധി കമ്പനികൾ ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാണ്, വിദേശ കമ്പനികൾ ഉൾപ്പെടെ. അത് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇത്തരം വിവാദങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് 100 മിന്നി പറയാനുള്ള വാർത്തകളുടെ കൂട്ടത്തിൽ അതുകൂടി സ്പീഡ് ന്യൂസിൻ്റെ കൂട്ടത്തിലെങ്കിലും ഇതൊന്ന് ഉൾപ്പെടുത്തി കൊടുത്താൽ അത് നന്നായിരിക്കുന്നതാണ് ആമുഖമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ടല്ലോ, ഒരു മന്ത്രിക്ക് പറയേണ്ടി വരികയാണ്. ഈ കേരളം വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തകർച്ച നേരിട്ട സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത കൊടുത്ത് അധിക്ഷേപിച്ച് ലോകത്താകമാനം കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ചവരാണ് നമ്മുടെ മാപ്രകൾ. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലേക്ക് നിരവധി കമ്പനികളുമായിട്ട് ഇവിടെ സംരംഭം ആരംഭിക്കാൻ പോകുന്നു, അവരുടെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നു. അതിന്റെ കരാർ ഒപ്പിട്ട വിഷയം വാർത്തയാകണമെന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു മന്ത്രിക്ക് പോലും റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ. ഇതാണ് മാധ്യമ പ്രവർത്തനം. എന്തുകൊണ്ട് മാപ്രകളെ ആവർത്തിച്ച് കുറ്റം പറയേണ്ടി വരുന്നുണ്ട്, അവരെ വിമർശിക്കേണ്ടി വരുന്നു എന്നതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. നിങ്ങൾ വിമർശിക്കേണ്ടെന്നോ വിവാദങ്ങൾ വാർത്ത കൊടുക്കേണ്ടെന്നോ അല്ല, പക്ഷേ ഈ നാടിന്റെ പുരോഗതിയെക്കുറിച്ചും ഈ നാട് ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഈ സർക്കാരിന്റെ ഇടപെടലുകളെ തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുകൂടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതില്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു സംവിധാനത്തിനെതിരെ നിരന്തരം ചില സംഘടിതമായിട്ടുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വിവാദങ്ങൾ പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ആവർത്തിച്ച് മാപ്രകളെന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കേണ്ടി വരുന്നത്. ഇന്നലെ മന്ത്രി നടത്തിയ ഈ പ്രതികരണം എത്ര ചാനലുകൾ വാർത്ത വന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ പോയത് ഗവർണർ ആരിഫ് ഖാൻ, ഞങ്ങളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ മറ്റേ VC നിയമനം അത് ആഘോഷിക്കുന്നുണ്ട്, അതിൽ ഞങ്ങളുടെ വാർത്താ കച്ചവടം കുറച്ച് സമയം കൂടി തള്ളിക്കൊണ്ടു പോകണമെങ്കിൽ ആ വിഷയത്തിൽ ഇതാ പി രാജീവ് പ്രതികരിച്ചു എന്ന രീതിയിൽ ഇവർക്ക് ആ പ്രതികരണം കുറച്ചു നേരം കൂടി കൊടുക്കാം. അതിനുശേഷം ഇതാ പി രാജീവ് ഇങ്ങനെ പറഞ്ഞു എന്ന് ഗവർണറെ കാണുമ്പോൾ ഗവർണറുടെ അടുത്ത് കോല് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ ഏഷണിപ്പണിയെന്ന്, അതുപോലെ അദ്ദേഹത്തിനോട് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹത്തിന്റെ സംഭവം നടത്തി ഇങ്ങനെ വാർത്ത ഇങ്ങനെ കച്ചവടം ചെയ്തു പോകുന്നുണ്ട്, വാർത്താ വ്യവസായം ബലപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോസിറ്റീവ് വാർത്ത ഇല്ലാത്തത് കൊണ്ടാണ് വ്യവസായ മേഖല അച്ചീവ് ചെയ്ത, അതായത് രാജ്യത്ത് 28ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ സന്ദർഭത്തിൽ അതിനെ വലിയ തോതിൽ ആഹ്ലാദപൂർവ്വം ആഘോഷിച്ചവർ, അതിനെ ലോകത്താകമാനം പ്രചരിപ്പിച്ചവർ, പിന്നീട് നേട്ടങ്ങൾ കൈയടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 28ൽ നിന്ന് 15ലേക്കും പിന്നീട് 1ാം സ്ഥാനത്തിലേക്കും കയറി വന്നാൽ അത് ജനം അറിയാൻ പാടില്ല. നേട്ടങ്ങളെല്ലാം ഞങ്ങൾ മറച്ചു പിടിക്കും, പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നാവാണ് ഞങ്ങൾക്ക് എന്നുള്ള നിലയ്ക്ക് സതീശന് വേണ്ടി വിടുപണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രതിപക്ഷത്തിനെ അധികാരത്തിന് കൊണ്ടുവരാൻ വേണ്ടി അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഔദാര്യോ അച്ചാരോ കൈപ്പറ്റിക്കൊണ്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ തുറന്നു കാട്ടി വിമർശിക്കേണ്ടി വരും. നാടിന്റെ പുരോഗതി, നാടിന്റെ വളർച്ച, നാടിന്റെ നേട്ടങ്ങൾ അത് ആര് ഭരിച്ചോട്ടെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വിമർശിക്കുന്നവർ ആ കാര്യം ചെയ്തില്ലെങ്കിൽ ഇനിയും നിങ്ങളെ അംഗീകരിക്കുന്നതിനോ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല 4 വാക്ക് പറയാൻ ആരും ഒരുമ്പെടത്തില്ല. കാര്യം നിങ്ങളുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, വാർത്ത കൊടുത്ത് ജനങ്ങളെ അത് അവബോധം ഉണ്ടാക്കണമെന്നല്ല, നിങ്ങളുടെ കച്ചവടം ബലപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുതലാളിക്ക് 10 കാശുണ്ടാക്കാൻ വേണ്ടി മുതലാളിയുടെ താല്പര്യപ്രകാരം അടുത്തത് ആരെങ്കിലും ഭരിച്ചാൽ മുതലാളിയുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനമെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടെന്നാൽ പി രാജീവ് പറഞ്ഞ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്.